ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാംസ് വേൾഡ് ഓഫ് ജോയ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രഞ്ചി എഗ് ക്യൂബ്സ് ആണ്. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ 4 മുട്ട, കൊറിയാൻഡർ ലീവ്സ്, 1 സവോള, 3 പച്ചമുളക്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയൊക്കെ ഉടച്ച് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ മുട്ട സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാതെ തന്നെ ഈ മുട്ട ഒരു കേക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ പാത്രത്തിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുത്തിട്ട് വേണം ഈ മുട്ടയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ. അപ്പം നമുക്കിതുപോലെ ഒരു കത്തി കൊണ്ട് എല്ലാ വശങ്ങളും ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ട് വേണം ഇത് പുറത്തേക്ക് എടുക്കാൻ. പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് മുട്ട മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ ആവശ്യമായ കോട്ടിംഗ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോട്ടിംഗ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കോട്ടിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എഗ് ക്യൂബ്സ് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കോട്ടിംഗ് നന്നായിട്ട് ചെയ്തു കൊടുക്കാം. എഗ് ക്യൂബ്സ് ഞാൻ ആദ്യത്തെ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ഒരു ബോക്സിൽ ബ്രെഡ് ക്രംസ് എടുത്ത് കോട്ടിംഗ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്താൽ വേസ്റ്റ് ഒന്നും ആവാതെ എഗ് ക്യൂബ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുവാൻ നമുക്ക് പറ്റും. അപ്പോൾ ഏത് സ്നാക്കിനും നിങ്ങൾ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ഈസിയിൽ പെട്ടെന്ന് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് കൊടുക്കാൻ പറ്റുന്ന എളുപ്പ വഴി. ഇതുപോലെ എല്ലാ ക്യൂബ്സിനും നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ എഗ് ക്യൂബ്സിലും ബ്രെഡ് ക്രംബിൻ്റെ കോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഓരോ എഗ് ക്യൂബ്സായി ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. എഗ് ക്യൂബ്സിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഒരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ കൂടെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രഞ്ചി എഗ് ക്യൂബ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ക്രഞ്ചി എഗ് ക്യൂബ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.